ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായി ഞാൻ പൊട്ടറ്റോ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നിൽക്കും. അതുകൊണ്ട് ചെറിയ രീതിയിലാകുമ്പം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നപ്പോഴേക്ക് മസാലയൊക്കെ അതിൽ നിന്ന് ഇളകിപ്പോവും. അതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമില്ലേ, അതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചം അടിക്കുന്നതുകൊണ്ട് വീഡിയോ ഒരു ക്ലിയർ കിട്ടുന്നില്ല. ഇതാണ്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, വെളിച്ചം അടിക്കുമ്പോൾ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ എല്ലാം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊട്ടറ്റോയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഈ പൊട്ടറ്റോ ഫ്രൈയിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ നമുക്ക് അടി പിടിക്കാതെ നോക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരുന്നവരെ ഒന്നുകൂടെ മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. വെളിച്ചം അടിക്കുന്നതുകൊണ്ട് കളർ ശരിക്കും കാണാനിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണേൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. 2 ചെറിയ സ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂണ് മതിയാവും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം മല്ലിപ്പൊടിയാണ്. ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മേലെ ഈ മസാലയെല്ലാം പിടിച്ച് വരണം കേട്ടോ. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വെളിച്ചെണ്ണ ആവശ്യമില്ലാതെ തന്നെ അടി പിടിക്കാതെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഇത് മൺചട്ടി ആയതുകൊണ്ട് നമുക്കൊന്ന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എനിക്കിവിടെ അടി പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം കായത്തിൻ്റെ പൊടിയാണ്. ഇതാ ഇത്രയും കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഈ മസാലയെല്ലാം ഇതിൻ്റെ മേളിലൊന്ന് പിടിച്ചിട്ട് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. നാടൻ കറിവേപ്പിലയാണേ. ഇത് നമ്മുടെ ഇവിടെ പറമ്പിലുണ്ടായ കറിവേപ്പില തന്നെയാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഒരുപാട് കീടനാശിനിയൊക്കെ അടിക്കുന്നതല്ലേ. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കിനി മൂടലെടുത്തിട്ട് ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, ഒരു ചെറിയൊരു പുളിപ്പും കൂടെ വരുമ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ കണ്ടോ. സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം. ഇതാ നമ്മുടെ ഇവിടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന, അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. താങ്ക് യു.